ക്രിയേറ്ററായ ഡാൻ റിവേരയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഹോട്ടൽ മുറിയിൽ നിന്ന് പ്രേതബാധയുണ്ടെന്ന് കരുതപ്പെടുന്ന പൈശാചിക അനബൽ പാവ കാണാതായതായി റിപ്പോർട്ട്. 1970-കൾ മുതൽ നിരവധി അമാനുഷിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അനബൽ പാവയെ പ്രദർശിപ്പിക്കുന്നതിനായി പാരാനോർമൽ അന്വേഷകനും US ആർമി വെറ്ററനുമായ ഡാൻ റിവേര NESPR, അതായത് ന്യൂ ഇംഗ്ലണ്ട് സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ചിനൊപ്പം പര്യടനം നടത്തിയിരുന്നു. ഡെവിൾസ് ഓൺ ദി റൺ എന്ന പേരിൽ സോൾജിയേഴ്സ് നാഷണൽ ഓർഫനേജിൽ അദ്ദേഹം നടത്തിയ പ്രേത ടൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത വരുന്നത്. ഇതോടെ അനബൽ പാവയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും ചർച്ചകളും വീണ്ടും ചൂടുപിടിച്ചു. റൂമിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നതുകൊണ്ട് തന്നെ ദുരൂഹതയുടെ ലക്ഷണങ്ങളൊന്നും അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു പാവ കാണാനില്ല എന്ന വാർത്ത ഭയം പരത്തുന്നതാണ്. റിവേരയുടെ മരണകാരണം ഇതുവരെ വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 8-10 ആഴ്ചകൾക്കുള്ളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 13 രാത്രി ഡാൻ മറ്റൊരു ടൂർ പൂർത്തിയാക്കി തിരികെ ഗെറ്റസ്ബർഗിലെ ഹോട്ടൽ റൂമിലേക്ക് പോയി. പിന്നെ അദ്ദേഹം തിരിച്ചു വന്നില്ല. മരണവാർത്ത പിന്നാലെ. നെറ്റ്ഫ്ലിക്സിന്റെ 28 ഡേയ്സ് ഹോണ്ടഡ്, ട്രാവൽ ചാനലിന്റെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസ് തുടങ്ങിയ പാരനോർമൽ ഷോകളിലൂടെയാണ് ഡാൻ റിവേര സുപരിചിതനായത്. എന്നാൽ അദ്ദേഹത്തെ അറിയുന്നവർ പറയുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സമ്മാനം ഓഫ്ലൈനിലായിരുന്നു എന്നാണ്. ബേസ്മെന്റുകളിലും സ്വീകരണ മുറികളിലും ഉപേക്ഷിക്കപ്പെട്ട സ്കൂളുകളിലും കുടുംബങ്ങൾ, അങ്ങനെ മനുഷ്യർ സമാധാനത്തിനായി കാത്തിരുന്ന സ്ഥലങ്ങളിലായിരുന്നു എന്നാണ്. ഇനി അനബലിന്റെ കഥ പലർക്കും അറിയാവുന്നതിനും അപ്പുറത്താണ്. സിനിമാ തിരക്കഥകളിൽ നിന്നല്ല. 1968-ൽ കണക്റ്റിക്കട്ടിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി ഡോണ. ഈ കുട്ടിക്ക് പാവ സമ്മാനമായി ലഭിച്ചു. സാധാരണ എല്ലാവരെയും പോലെയും ആ സമ്മാനം ഡോണ വീട്ടിൽ സൂക്ഷിച്ചു. പിന്നീട് കാര്യങ്ങൾ മാറി. പല അമാനുഷിക സംഭവങ്ങൾ അരങ്ങേറാൻ തുടങ്ങി. പാവയുടെ പെരുമാറ്റം വിചിത്രമാണെന്ന് ഡോണ തന്നെ പറഞ്ഞു. റൂമിലെ സാധനങ്ങൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറാൻ തുടങ്ങി. പാവ സ്വന്തമായി കൈകൾ ഉയർത്തി അപ്പാർട്ട്മെന്റിന് ചുറ്റുമുള്ള ആളുകളെ പിന്തുടർന്നു. ദുഷ്ടപെരുമാറ്റം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയതായും ഒരു പുരോഹിതൻ ഉൾപ്പെട്ട കാർ അപകടത്തിന് കാരണമാവുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ഈ ആരോപണങ്ങളെ തുടർന്ന് പാവയെ ഒരു മ്യൂസിയത്തിലേക്ക് മാറ്റി. ഇതിനൊക്കെ ഉത്തരം ഇതാണ്. 6 വയസ്സുകാരിയായ അനബൽ എന്ന മരിച്ച പെൺകുട്ടിയുടെ ആത്മാവ് പാവയിലുണ്ട്. പാവയ്ക്ക് ബാധയുണ്ടെന്ന് വാദിച്ച വാരൻ ദമ്പതികൾ തന്നെയാണ് പാവയെ അവരുടെ കണക്റ്റിക്കട്ടിലെ മ്യൂസിയത്തിലേക്ക് മാറ്റിയത്. മ്യൂസിയത്തിലെ ഗ്ലാസിന് പിന്നിൽ പാവയെ പൂട്ടിയിട്ട് അതിനു മുകളിൽ ഡോണ്ട് ടച്ച്, തൊടരുത് എന്ന് മുന്നറിയിപ്പ് എഴുതിയിരുന്നു. പക്ഷേ അനബൽ ഒരിക്കലും നിശബ്ദത പാലിച്ചില്ല. അവൾ സിനിമാ പോസ്റ്ററുകളിൽ നിറഞ്ഞു. മുഴുവൻ ഹൊറർ ഫ്രാഞ്ചൈസുകൾക്കും പ്രചോദനമായി. ദി കോൺജറിംഗ് എന്ന സിനിമയ്ക്ക് പ്രചോദനമായതും അനബലാണ്. അനുയായികളെയും സംശയാലുക്കളെയും വിശ്വാസികളെയും അനബൽ സമ്പാദിച്ചു. ആ അവസാന ദിവസം ഡാന് സുഖമില്ലായിരുന്നെന്നും നേരത്തെ മടങ്ങുമെന്നും ഡാൻ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്തായാലും സംഭവ സ്ഥലത്ത് അസാധാരണമോ സംശയാസ്പദമായോ ഒന്നും കണ്ടെത്തിയില്ലെന്ന് പോലീസ് പ്രസ്താവനകൾ നൽകിയിട്ടും ഗൂഢാലോചന സിദ്ധാന്തക്കാർ റിവേരയുടെ മരണത്തെ അനബൽ പാവയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ചില ആരാധകരും അനുയായികളും പാവയുടെ ശാപത്തെക്കുറിച്ച് വീണ്ടും ഊഹാപോഹങ്ങൾ ഉന്നയിച്ചു. മറ്റുള്ളവർ റിവേരയുടെ പ്രവർത്തനത്തിനും പൈതൃകത്തിനും ആദരാഞ്ജലി അർപ്പിക്കുന്നു. ശപിക്കപ്പെട്ട ഒരു വസ്തുവിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഡാന അവസാന രാത്രി ചെലവഴിച്ചു. പിന്നാലെ പാവ അപ്രത്യക്ഷമായി. പിന്നാലെ ഡാനിന്റെ മരണവാർത്തയും. ഡാന്റെ മരണം അദ്ദേഹത്തിന്റെ ടീമിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജോലി പിന്തുടരുന്ന സമൂഹത്തിലും ഒരു ശൂന്യത സൃഷ്ടിച്ചു. ടൂറുകൾ ഡാന്റെ പേരിൽ തുടരുമെന്ന് NESPR പറയുന്നു. എന്നാൽ പഴയ തിയേറ്ററുകളിലും ഉപേക്ഷിക്കപ്പെട്ട ആശുപത്രികളിലും സ്കൂളുകളിലും യുദ്ധത്തിൽ തകർന്ന അനാഥാലയങ്ങളിലും അദ്ദേഹത്തോടൊപ്പം നിന്നവർക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. എന്നും ഭയവും ദുരൂഹതകളും അകറ്റാൻ സമർപ്പിതനായ ഒരു മനുഷ്യൻ ഇപ്പോൾ ഇല്ലാതായി. പൂട്ടിയിട്ടേണ്ടിരിക്കേണ്ട ഒരു പാവയെ കാണാതെയായി. ഡാൻ റിവേര തന്റെ ഭാര്യയെയും കുട്ടികളെയും ഒപ്പം വർഷങ്ങളോളം ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളെയും അവശേഷിപ്പിച്ച് യാത്രയായി. മറ്റാരും ധൈര്യപ്പെടാത്ത കഥകൾ അദ്ദേഹം പിന്തുടർന്നു. ആളുകൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവരെ വിശ്വസിച്ചു. ഉറപ്പോടെ നിഴലുകളെ പിന്തുടർന്നു. മനുഷ്യർ പോകാൻ മടിക്കുന്ന, ഭയക്കുന്ന സ്ഥലങ്ങളിൽ നടക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഡാനിന് അറിയാമായിരുന്നു. വായു ഒരിക്കലും ശൂന്യമായി തോന്നാത്ത മുറികളിൽ ഡാൻ നിശ്ചലനായി നിന്നു. പ്രേതകഥകൾ അദ്ദേഹത്തിന് വെറും കഥകളായിരുന്നില്ല, അവ ഓരോന്നും അദ്ദേഹത്തിന് സാക്ഷ്യങ്ങളായിരുന്നു. ഇപ്പോൾ ആളുകൾ അർത്ഥം തേടുമ്പോൾ അവശേഷിക്കുന്നത് ശൂന്യതയാണ്. എവിടെയോ വീണ്ടും അനബലിനെ കാണാനുമില്ല.